പഹൽഗാമിന് മുമ്പ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഡൽഹിയെ. രാജ്യതലസ്ഥാനത്തെ തകർക്കാൻ പാകിസ്ഥാനിൽ ഗൂഢാലോചന നടന്നു. അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ശ്രമം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചാരനടക്കം 2 പേർ അറസ്റ്റിലായി. നേപ്പാൾ സ്വദേശി അൻസുറുൽ മിയ അൻസാരി, റാഞ്ചി സ്വദേശി അദ്രക് അസം എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അറസ്റ്റിലായവർക്കെതിരായ കുറ്റപത്രം ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുമ്പ് ഡൽഹിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്ന് സാരം. ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിലെത്തിയിട്ടുള്ളതായിട്ടാണ് ലഭിച്ച രഹസ്യ വിവരം. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 2 പേർ അറസ്റ്റിലായത്. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലായത്. അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും കണ്ടെത്തി. തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ISI അൻസാരിയെ അറസ്റ്റ് ചെയ്തത്. 2024-ൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ നിന്നാണ് റാവൽപിണ്ടിയിലെ ഭീകരതയെക്കുറിച്ച് ഇന്ത്യക്ക് വിവരം കിട്ടിയത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസമ്മിൽ, ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. പിടിയിലായ ISI ഏജന്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായും ബന്ധമുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജ്യോതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ തുടരും. ഏതായാലും ഡൽഹിയിലെ ആക്രമണം പൊളിഞ്ഞ ശേഷമാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയതെന്നാണ് സൂചന. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഡൽഹിയെ ലക്ഷ്യമിട്ട് മിസൈലും അയച്ചു. ഇതിനെ ഇന്ത്യ തകർക്കുകയും ചെയ്തു. ഇതോടെ ഡൽഹിയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം കിട്ടിയത്. ISI നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലെത്തും എന്നായിരുന്നു വിവരം. ഫെബ്രുവരി 15-ന് ഇയാൾ ഡൽഹിയിലേക്ക് എത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. ശേഷം തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ പിടിയിലാവുകയായിരുന്നു. അസ്ലക് അസം കൂടി നിലവിൽ പിടിയിലായതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ 2 ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം. യൂട്യൂബറായ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഡാനിഷ്, മുസമ്മിൽ എന്നിവരും ഈ പദ്ധതിയിൽ പങ്കാളികളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട്. പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നടപടി.